നമസ്കാരം. ഇന്നത്തെ ദിവസം എൻ്റെ കുറേ നാളുകൾക്ക് ശേഷം മേജർ രവി ലൈവിൽ വന്നിരിക്കുന്ന, അതും ഈ നേരം വെളിച്ചാകുമ്പോൾ 7 മണി 7:42. ദാറ്റ്സ് എ റീസൺ ഫോർ ദാറ്റ്. ഇന്ന് കാലത്ത് മൊബൈലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന കുറേ മെസ്സേജുകൾ കണ്ടിട്ട് കുറച്ചൊന്ന് ഡിസപ്പോയിൻ്റ് ആയിട്ടാണ് ഞാനിന്നിപ്പോൾ ഈ ലൈവിന് വന്നത്. ബിക്കോസ് ഡിസപ്പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ മെസ്സേജ് അയച്ചവരോടുള്ള ദേഷ്യമൊന്നുമല്ല, അവരെന്തുകൊണ്ട് ഇതേ സമയത്ത് തന്നെ ഇതിലും വലിയൊരു സംഭവം നടന്ന ദിവസമാണെന്ന് ഒരു ഇന്ത്യയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വേദനയോടുകൂടി ഓർക്കാവുന്ന ഒരു ദിവസമാണ്. മെസ്സേജ് എന്തായിരുന്നു കാലത്തുള്ളത്? ഹാപ്പി വാലന്റൈൻസ് ഡേ, ഹാപ്പി വാലന്റൈൻസ് ഡേ. സത്യം പറഞ്ഞാൽ എന്നും എൻ്റെ മനസ്സിൽ പ്രണയവും പ്രേമവും സ്നേഹവും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഈ ഒരു ദിവസം വേണ്ട, വാലന്റൈൻസ് ഡേക്ക് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ. പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങളതങ്ങ് ഒഴിവാക്കിയിരിക്കുക. ബിക്കോസ് ഇന്നത്തെ ദിവസമാണ് എൻ്റെ നാടിൻ്റെ 40-40 ശതമാനം CRPFന്റെ ജവാൻസിനെ പുൽവാമയിൽ വെച്ച് ഭീകരവാദികൾ വളരെ ക്രൂരമായി ഒരു ബസിന്റെ ബ്ലാസ്റ്റ് ചെയ്ത് അവർക്ക് വീരമൃത്യു വരിച്ച ദിവസമാണെന്ന്. ആ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ദിവസം അവർ ഇതേ സമയത്ത് ഈ ഒരു ഏർലി മോർണിംഗിൽ അവരാ ബാരക്കിൽ നിന്ന് പാക്കും ചെയ്ത് പുറത്തിറങ്ങിപ്പോയപ്പം അവരെല്ലാം വളരെ ആഘോഷത്തിലായിരുന്നു, സന്തോഷത്തിലായിരുന്നു. ഈ കോൺവോയ് നേരെ പോകുന്ന ശ്രീനഗർ എയർപോർട്ടിലേക്കാണ്, അല്ലെങ്കിൽ ജമ്മു റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ബസ്സിലിരുന്ന് പലരും കാലത്ത് ഏർലി മോർണിംഗ് കിടന്നുറങ്ങായിരുന്നു. കുറെ ആളുകൾ എക്സൈറ്റ്മെന്റ് കൊണ്ട് തന്റെ 8 വയസ്സായ ഒരു പെൺകുട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഭാര്യയായിട്ട് സംസാരിക്കുന്നു, അമ്മയായിട്ട് സംസാരിക്കുന്നു, അച്ഛനായി സംസാരിക്കുന്നു, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, മക്കളായിട്ട്, മകനായിട്ട് എന്ന് പറഞ്ഞാൽ they were in a different world altogether. ഒരിക്കലും വിചാരിക്കാത്ത ഒരു സംഭവമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം അന്ന് ആ വർഷം നടന്നത്. പുൽവാമയിൽ ബസ് എത്തുന്ന സമയത്ത് എല്ലാവരോടും ജയ്ഹിന്ദ് ജയ്ഹിന്ദ് ജയ്ഹിന്ദ്, നമസ്കാരം സർ, എല്ലാവർക്കും ഉണ്ട് കേട്ടോ, ജഗൻ, പ്രശാന്ത്, എല്ലാവരോടും. പക്ഷെ ഇതിന്റെ ഒരു ഫ്ലോയിൽ ഞാനതൊന്നും പറയട്ടെ, ബിക്കോസ് വളരെയധികം ഹേർട്ട് ചെയ്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ബസ്സിലിരുന്നിട്ട് ഓരോരോ പട്ടാളക്കാരൻ, ഇതാ ഞാനിവിടുന്ന് പുറപ്പെട്ടു കേട്ടോ അമ്മേ, മോളെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു, ഞാനിതാ എത്താറായി, ഇന്ന് ഞങ്ങൾ വണ്ടി പിടിക്കും, ട്രെയിൻ പിടിക്കും, സന്തോഷത്തിലെല്ലാം വീഡിയോ കോളും വോയിസ് കോളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം, ആ ശബ്ദത്തിൽ എല്ലാം തീർന്നു. ആ ദിവസമാണിന്ന്. അതിനെക്കുറിച്ച് ആരും ഓർക്കുന്നില്ല. ആ ദിവസത്തിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അതിനെ ഓർക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു രാജ്യസ്നേഹം ഉണ്ടായിരിക്കണം. എനിക്ക് വേണ്ടി ഒന്നും അറിയാതെ കൈകെട്ടി നിന്നിരുന്ന അതന്നെ ഒരു സിറ്റിൻ ഡക്കിനെ വെടിവെച്ചു കൊല്ലാന്ന് പറയും നമ്മള്. അത് വലിയ കാര്യമൊന്നുമല്ലാതെ, ഒന്നും അറിയാതിരിക്കുന്ന ഒരു താറാവ് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒരു കൊറ്റി എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് വെടിവെച്ചു കൊല്ലുന്നതിൽ ഒരു ഹീറോയിസ് ഒന്നുമില്ല. അതുപോലെയായിരുന്നു ഈ പാവപ്പെട്ടപ്പെട്ട ആൾക്കാർ. അവരൊന്നും അറിയാതെ ട്രാവൽ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവർ പോലും വിചാരിക്കാതെ ഒരു ബ്ലാസ്റ്റ്, എല്ലാം അവസാനിച്ച ദിവസമാണെന്ന്. ഏകദേശം ഈ സമയത്ത് തന്നെയാണത് അതിന്റെ എല്ലാം ഒരു തുടക്കം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിന് ഇന്നിപ്പോൾ ഇങ്ങനെ വരാൻ കാരണം. എന്താ വെച്ചാൽ ആ വാലന്റൈൻസ് ഡേ വിഷസ് പ്ലീസ് ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ട, നാളെ വേണമെങ്കിൽ നിങ്ങൾ അയച്ചോ, പക്ഷെ ഇന്നത് അവിടെ ഒഴിവാക്കിയേക്കും. കാരണം അത് കേൾക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വേദനിക്കുകയാണ്. എന്തേ അവരെനിക്ക് സർ പുൽവാമ ഓർമ്മ ദിവസം അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് എന്തുകൊണ്ട് ഇവരാരും അയച്ചില്ല എന്നുള്ളതിന്റെ മുകളിൽ മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു ലൈവിന് വരാൻ കാരണം. ജസ്റ്റ് ഇമാജിൻ, റിമെമ്പർ ദെയർ ഫാമിലീസ്. ആ മരിച്ചു വീട്ടിലെ പട്ടാളക്കാരുടെ ഫാമിലിയെ കുറിച്ച് നമുക്ക് ഓർക്കാം. ബിക്കോസ് അവരിന്ന് അവരുടെ മരിച്ചുപോയ ആ നിയർ ആൻഡ് ഡിയർ ഭർത്താവ്, അച്ഛൻ അല്ലെങ്കിൽ സഹോദരൻ, ഇങ്ങനെയുള്ള ഒരു ബന്ധങ്ങളുള്ള ഈ വ്യക്തികൾ മരിച്ച ദിവസത്തിന് അവരവരുടെ വീട്ടിൽ നിന്ന് അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് അവരെക്കുറിച്ച് നമുക്ക് ഓർക്കാം. അതല്ലേ നല്ലത്?
രാധ തന്നെ ഏതോ ഇംഗ്ലീഷുകാരൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലവ് എന്നുള്ളത് ഞാനല്ലേ പറയാം. എന്റെ മനസ്സിനകത്ത് എന്നും ഒരു പ്രണയമുണ്ട്. അതിനെനിക്ക് വാലന്റൈൻസ് ഡേ എന്നും പറഞ്ഞൊരു ഫെബ്രുവരി 14 തന്നെ വേണമെന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ രാജ്യത്തിന് വളരെ അധികം വേദനിക്കുന്ന ഒരു ബ്ലാക്ക് ഡേ ആയിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അതുകൊണ്ട് ലെറ്റ് us all be with that families. ആ മരിച്ചു വീട്ടിലെ പട്ടാളക്കാരുടെ CRPF-കാരുടെ ഫാമിലിയുടെ കൂടെ നിൽക്കാൻ നമുക്ക്. അവരോടാണ് നമ്മൾ സാധാരണ കാണിക്കേണ്ടത്. അല്ലാതെ അവരോടൊപ്പം അവരുടെ ആരെങ്കിലും നിങ്ങൾ അറിയാതെ വിളിച്ചുകൊണ്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു യു തിങ്ക് ദാറ്റ് ദേ വിൽ അക്സെപ്റ്റ് ഇറ്റ്? അവർക്കുണ്ടാകുന്ന വേദന എന്തായിരിക്കും? അപ്പൊ അതുകൊണ്ട് ഒന്ന് ചിന്തിക്കൂ. ടുഡേ ഇസ് എ ബ്ലാക്ക് ഡേ ഫോർ us. Every Indian who loves this country, for him it's a black day. And I always am with the countrymen who love the country. എപ്പോഴും ഞാൻ പറയുന്നത് അത് തന്നെയാണ്. ജാതിക്കും മതത്തിനും അതീതമായി രാജ്യത്തെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയോട് എന്നും കൂറു പുലർത്തുന്ന വ്യക്തിയാണ് മേജർ രവിയും. അതുപോലുള്ള ഇവിടുത്തെ ഓരോ ഇന്ത്യയെ സ്നേഹിക്കുന്ന പട്ടാള നാട്ടുകാരെല്ലാവരും they all will have the same feeling what I got. So similar to that, എല്ലാവരോടും നന്ദി പറയുന്നു. ആ പട്ടാളക്കാരെ നമുക്ക് ഓർക്കാം. അവരെക്കുറിച്ച് അവരുടെ ഫാമിലിയോട് ഒപ്പം നിന്നുകൊണ്ട് ഒരിറ്റ് കണ്ണീര് പ്രണാമം അവർക്കെല്ലാവർക്കും. ആ മരിച്ചുപോയ ആത്മാവ് എവിടെയാണെങ്കിലും they all will be watching us and we are caring for them. This is what is നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും. ഒരു രാജ്യസ്നേഹി എന്നുള്ള നിലയ്ക്ക് ആ ഫാമിലിക്ക് കൂടെ നിൽക്കാം. വാലന്റൈൻസ് ഡേ വിഷ് എനിക്ക് ആരെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ നാളെ അയച്ചോളൂ, അതിനുള്ള മറുപടി ഞാൻ തരാം. പക്ഷെ ഇന്ന് എന്നെ അറിയുന്നവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിനകത്ത് ലക്ഷക്കണക്കിന് ഫാൻസ് ഉണ്ട്. അവരാരും ദയവ് ചെയ്തിട്ട് എനിക്ക് ഇന്ന് ഈ വിഷയം അയക്കേണ്ട, നേരെ മറിച്ച് ഒരു ജയ് ഹിന്ദ്, വി ഓൾ റിമെമ്പർ ദോസ് സോൾജേഴ്സ് എന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ ഹാപ്പിയസ്റ്റ് moment for me. Yes, my country remembers them എന്നുള്ളത്. I salute you all. I am with you, with the people, those who love my country. ഞാനിപ്പോൾ ഒരു ഷൂട്ടിങ്ങിന് പോവാണ്. അതുകൊണ്ടാണ് ഈ കാറിലിരുന്നിട്ട് ഇങ്ങനെ ലൈവ് ചെയ്തത്. ഇനി ഒരു ലൈവ് വരേണ്ട സമയമായിരിക്കുന്നു. കുറേ കാര്യങ്ങൾ, സോഷ്യൽ ഇഷ്യൂസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ നടക്കുന്ന അട്രോസിറ്റീസും ഭരിക്കുന്നവരുടെയും അല്ലെങ്കിൽ ഭരിക്കാത്തവരുടെയും അല്ലെങ്കിൽ പല ആളുകളുടെയും ചില കാര്യങ്ങൾ നമ്മളത് പബ്ലിക്കിൽ വിളിച്ചു പറയേണ്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടും അതുകൊണ്ട്. പക്ഷെ ഞാനിന്നിപ്പോൾ ഒരു BJPയുടെ ഒരു മെമ്പർ ആയതുകൊണ്ട് ചില റെസ്ട്രിക്ഷൻസ്, അത് ചില കാര്യങ്ങൾ പാർട്ടി പറയുന്നത് മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളൊരു രീതിയിൽ നിൽക്കുമ്പോൾ എൻ്റെ കൈ കെട്ടിയ പോലെ ഉണ്ട്. പക്ഷേ ഞാൻ തെറ്റെന്നുള്ളത് ശരിക്ക് കണ്ടു കഴിഞ്ഞ് എവിടെയാണെങ്കിലും ഇനിയും മേജർ രവി അത് വിളിച്ചു പറയും. മേജർ രവി എന്താണെങ്കിലും ആ പഴയ നിങ്ങൾ സ്നേഹിച്ച മേജർ രവി തന്നെയാണ് ഇന്നും നാളെയും എപ്പോഴും അതുപോലെ തന്നെയായിരിക്കും, നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സോ ഐ വിഷ് യു all the best and let us all remember those martyrs who laid their life for our today and tomorrow. And we all remember those martyred CRPF jawans and their families. We are all with them. And with that note, സങ്കടത്തോടുകൂടി അവരുടെ കൂടെ നിന്നുകൊണ്ട് നമുക്കെല്ലാം അവരെ ഓർക്കാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ് ഓൾവേസ്.